പണത്തിൻ്റെ അടിമത്തം, ധനപൂജ, അതാണ് ഇന്ന് ലോകത്തിൻ്റെ മുഴുവൻ പ്രശ്നം. ഇന്ന് ലോകത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിൻ്റെ കാരണം എന്താ? ഇറാൻ യുദ്ധത്തിൻ്റെ കാരണം എന്താ? പണക്കൊതി പൂണ്ട പിശാചുക്കൾ വെനസ്വേലയെ കീഴ്പ്പെടുത്തിയത് എന്തിനാണ്? എണ്ണ പിടിച്ചെടുത്ത് എണ്ണവില താൻ നിയന്ത്രിക്കുമെന്ന പണക്കൊതി. അല്ലാതെ ഒരു പ്രശ്നവുമില്ലല്ലോ. പണക്കൊതി സംസ്കരണത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. മനുഷ്യനെ പിശാചാക്കി മാറ്റുമെന്നുള്ളതിൻ്റെ ദുരന്താനുഭവങ്ങളുടെ നടുവിലൂടെ നാം മുസ്ലിം ലോകവും കടന്നുപോയിക്കൊണ്ടിരിക്കുക. പണക്കൊതി മൂർത്ത നരാധമന്മാർ ലോകത്തുണ്ടാക്കുന്ന ദുരന്തങ്ങളുടെ കെടുതികൾ നമ്മളും എൻ്റെയും നിങ്ങളുടെയും മക്കളും ഗൾഫിന് പോകാൻ ഫ്ലൈറ്റ് ബ്ലോക്കായി മുടങ്ങിയെന്നും പറഞ്ഞ് ഞാനും നിങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുക. പണപ്രാന്ത് മൂത്ത കുറേ നരാധമന്മാർ, പിശാചുക്കൾ ലോകത്തുണ്ടാക്കുന്ന തിന്മകളല്ലാതെ വേറെന്താണ്? ഇതിനെ നമ്മൾ മറികടക്കണം. അവരെ പഴിച്ചിട്ട് കാര്യമില്ല. നമുക്കുണ്ടോ പണം? തന്ന പണം എത്ര അളവിലാണോ അതിൻ്റെ അളവിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തീകരിക്കാൻ നമുക്കാവുന്നുണ്ടോ എന്ന കാര്യം വളരെ പ്രധാനമാണ്. അള്ളാഹ്ക്ക് വേണ്ടി പണം കൊടുത്താൽ എല്ലാ സംസ്കരണവും വരും. കാരണം എന്താ? നിസ്കാരം സംസ്കരണമാണ്. നിസ്കാരവും വേണം, സക്കാത്ത്. അള്ളാഹു 5 കാര്യം പറഞ്ഞാൽ 5ഉം ചെയ്താലേ സംസ്കരണം പൂർത്തിയാവുള്ളൂ. സക്കാത്ത് മാറ്റിവെച്ചിട്ട് പറ്റൂല. നീ ചില സക്കാത്ത് കൊടുക്കും, നിസ്കാരത്തിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്, സാമ്പത്തിക കാര്യം ഇല്ല ഇല്ല ഇല്ല. സാമ്പത്തിക പരിപാടിക്ക് വേണ്ടി നന്നായി പണിയെടുത്ത് അവൻ്റെ റമദാനൊക്കെ അതിനു വേണ്ടി ഒഴിഞ്ഞിട്ടു, നിസ്കാരത്തിൽ നിനക്ക് സംസ്കരണം കിട്ടൂല. 5 എണ്ണം അല്ല വെച്ചതല്ലേ, ഒരെണ്ണം കുറയ്ക്കാൻ നിനക്കെന്താ അവകാശം? നോമ്പ് അല്ല വെച്ചതല്ലേ, ഒരെണ്ണം കുറയ്ക്കാൻ നിനക്കെന്താ അവകാശം? അള്ളാഹു ഈ പദ്ധതിയെ, ഈ പ്രൊജക്റ്റ് പൂർത്തീകരിക്കുന്നത് 5 നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ്. 5 എണ്ണം തന്നേക്ക്. ഹജ്ജും ചെയ്യണം, ചെയ്യേണ്ട സമയത്ത് ചെയ്തിരിക്കണം. ഷഹാദത്ത് ഏറ്റവും പ്രധാനമാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ദാസന് താൻ തൻ്റെ റബ്ബാണെന്ന ബോധ്യം അവൻ്റെ ഉള്ളിലുറയ്ക്കുന്നതിനേക്കാൾ പടച്ച തമ്പുരാന് തുർലൂന ബിഹിമാ റബ്ബക്കും, പരമിഷ്ടമുള്ള വേറൊന്നുമില്ല. എൻ്റെ റബ്ബ് അള്ളാഹു ആണെന്ന് ബോധ്യപ്പെടുത്തുന്ന, സാക്ഷ്യപ്പെടുത്തുന്ന ജീവിതം, അതാണ് ഷഹാദത്ത്. ഷഹാദത്ത് അഷ്ഹദു എന്ന് പറഞ്ഞാൽ ഉറക്കെ പറയലല്ല, പറയലൊരു പ്രഖ്യാപനമാണ്, ബോധം സൃഷ്ടിക്കലാണ്. ആ ബോധത്തെ കർമ്മം കൊണ്ട്, നമസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും സക്കാത്ത് കൊണ്ടും ഹജ്ജ് കൊണ്ടും സാക്ഷാത്കരിക്കലാണ് ഷഹാദത്ത്. ഷഹാദത്തിൽ ഇതെല്ലാണ്ട്. ബോധ്യത്തെ സാക്ഷാത്കരിക്കുന്നത് നമസ്കാരം കൊണ്ടാണ്, സക്കാത്ത് കൊണ്ടാണ്, സൗമ് കൊണ്ടാണ്, ഹജ്ജ് കൊണ്ടാണ്. കർമ്മം കൊണ്ട് ബലപ്പെടുത്തണം ഈ ബോധത്തെ. അങ്ങനെ ആകുമ്പോൾ ഷഹാദത്തായി. ഈ 5 കാര്യവും നമ്മളിൽ സമഗ്രമായി തീർന്നാൽ പിന്നെ ഒന്നും പേടിക്കണ്ട. ഏത് പണക്കൊതിയൻ്റെ നരാധമൻ്റെ ഭീകരാക്രമണത്തെയും പേടിക്കേണ്ടി വരില്ല. പക്ഷെ മുസ്ലിം ലോകം അതിനൊത്തുയരണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഉലമാ